ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു മൂവി മസാല. കൽക്കി, അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന കൽക്കിയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. പ്രഭാസ് നായകനായി, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ഉലകനായകൻ കമൽഹാസൻ, ദീപിക പടുക്കോൺ, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഇതിലുണ്ട്. ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നത് അതിമനോഹരമായ ട്രെയിലറാണ്. കാരണം ഇത് വളരെ നാളുകളായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ഇതൊരു ഹോളിവുഡ് സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നത് ഡയറക്ടർ നാഗേഷിനാണ്. കാരണം അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും ഇങ്ങനെ ഒരു തീം എടുത്ത് ചെയ്യാൻ അങ്ങനെ ആർക്കും ധൈര്യം കിട്ടില്ല. കാരണം ഒരു ഹോളിവുഡ് ലെവലിലാണ് അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ കിടു സംഭവമാണ്. അടിച്ച് പൊളിച്ച് ചെയ്തിട്ടുണ്ട് ആൾ. കാരണം ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ഹോളിവുഡ് ലെവലിലാണ്. കാരണം നമ്മൾ മറ്റേ ഹിന്ദി ബോളിവുഡ് മൂവിയിൽ നിന്ന് അങ്ങനത്തെ ഒരു ലെവൽ ഇതുമായിട്ട് വന്നിട്ടില്ല. ബാഹുബലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോളിവുഡ് ലെവലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ട്രെയിലർ ഇറങ്ങി, ഇനി എന്ത് നടക്കുന്നു എന്നുള്ളത് കാണാം. കാരണം 600 കോടി ചെലവിലാണ് എടുത്തിരിക്കുന്ന മൂവി, 600 crore. ഒന്നുകിൽ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവും, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ. ഇതിന് രണ്ടിന് ഇടയിലൊന്നുമില്ല. ഒന്നുകിലൊരു ബ്ലോക്ക് ബസ്റ്റർ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ. ഇത് രണ്ടിൻ്റെ ഇടയിലൊന്നുമില്ല. ഇത് രണ്ടിലൊന്നാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് ബ്ലോക്ക് ബസ്റ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഭാസിന് വീണ്ടും കയറി പോരാം. കാരണം ബാഹുബലി കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രഭാസിന് അങ്ങനെ ഒന്നും വലിയ ഹിറ്റ് അടിച്ചിട്ടില്ല. പിന്നെ അതിൽ എന്താ വെച്ചാൽ താരനിരകളാണ്. അമിതാഭ് ബച്ചൻ ഈ എത്ര 80 വയസ്സ് 82 വയസ്സ് മറ്റേ ആയിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം അഭിനയിക്കുന്നുള്ളതാണ്. അമിതാഭ് ബച്ചൻ, പിന്നെ ഉലകനായകൻ കമൽഹാസൻ, പിന്നെ ഹീറോയിൻസായിട്ട് ദീപിക പടുക്കോൺ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു കൊണ്ട് എന്താണ് ഒരു ശർമ്മ എന്നപ്പെട്ട പെൺകുട്ടിയും കൂടി ഉണ്ടായി. എന്തായാലും ട്രെയിലർ എല്ലാവരും ഇറങ്ങി ഒന്ന് കണ്ടു നോക്കുന്നു. നല്ല ട്രെയിലറാണ്. നല്ല ഗംഭീരമായി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് കഥയിൽ പറഞ്ഞില്ലേ, മറ്റേ 10ാമത്തെ അവതാരം കൽക്കി, രക്ഷിക്കാനെത്തുന്നത് കൽക്കി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കൽക്കി അതാണ് ശരിക്കും ഒരു സംഭവം. ഇതിലിപ്പോൾ പ്രഭാസാണോ കൽക്കി, കമൽഹാസനാണോ കൽക്കി, അത് അമിതാഭ് ബച്ചനാണോ കൽക്കി, അതൊന്നും അറിയില്ല. അത് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും അറിയുള്ളൂ. എന്തായാലും കണ്ടു നോക്കാം. കാരണം ഇതിൽ സംഭവിക്കാൻ ഒരു കിഡിലൻ VFX ആണ്. VFX കൊണ്ട് നിറച്ചിരിക്കുകയാണ് മൂവി. ഭയങ്കര ഒരു VFX കൊണ്ടുള്ള ഒരു മൂവിയാണ്. കാരണം അതിനാണ് ഇത്രയും പൈസ ചിലവാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനി ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ. ഇതിൽ രണ്ടിലൊന്നും ഒന്നാണ്. എന്തായാലും പ്രഭാസിന് ഇതൊരു ഇതാണത്. കാരണം ബാഹുബലിക്ക് ശേഷം അങ്ങനെ ഒരു ഹിറ്റ് കിട്ടിയില്ല പ്രഭാസിന്. ഇപ്പോൾ ഇറങ്ങിയ സലാറും വലിയ ഹിറ്റൊന്നുമില്ല. മൂവി ഒരു ആവറേജ് മൂവി എന്നുള്ളൂ. 1000 കോടി അടിച്ചുവെങ്കിലും മൂവി ഒരു ആവറേജ് മൂവിയായിരുന്നു. എന്തായാലും അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മൂവി തിയേറ്ററിൽ വരണ വരെ. ഇപ്പോൾ നമുക്ക് 3 മിനിറ്റ് ട്രെയിലർ കണ്ട് നോക്കാം എന്തായാലും സംഭവിക്കുന്നത്. അമിതാഭ് ബച്ചൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസൻ, ദീപിക പടുക്കോൺ, എല്ലാവരുടെയും അഭിനയം ഒന്നിനൊന്ന് മെച്ചം. ട്രെയിലർ കണ്ടിട്ടാണ് ഈ പറയുന്നത്. ഇനി സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. കാരണം ഈ ട്രെയിലർ പറഞ്ഞാൽ 3 മിനിറ്റിൽ ഇവർ കാണിക്കുന്നത് 3 മിനിറ്റിൽ എല്ലാം നല്ല സീൻസ് എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നത് നല്ല സീൻസാണ്, നല്ല സിനിമയാണ്. പക്ഷേ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ട്രെയിലർ നന്നായിരിക്കില്ല, മൂവി അടിപൊളിയാവും. കാരണം ഈ നല്ല ഹൈപ്പ് കൊടുത്ത് വരുന്ന മൂവികളൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവസാനം കൊണ്ടുപോയിട്ട് അത് ഇങ്ങോട്ട് ഡിസാസ്റ്ററായി മാറും. ഇപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ മൂവി എടുത്താൽ എത്ര ഹൈപ്പ് കൊടുത്ത് വന്ന മൂവികളൊക്കെ ഡിസാസ്റ്ററായി. ലാസ്റ്റ് വന്ന മലയക്കോട്ട വാലിബൻ ഡിസാസ്റ്ററായി. എത്ര മൂവികൾ അതുപോലെയാണ്. ഇതിപ്പോൾ ഹൈപ്പോടെ വരുന്നുണ്ട്, ബാക്കി അറിയാം. എന്തായാലും വെൽഡൺ, ഗുഡ് ലക്ക്. കൽക്കിയുടെ എല്ലാ ടീംസിനും, നാഗേഷിനും പ്രഭാസിനും എല്ലാവർക്കും ഗുഡ് ലക്ക്. നല്ലൊരു തിയേറ്റർ അനുഭവം പ്രതീക്ഷിക്കാം. എല്ലാവരും എന്തായാലും ഇറങ്ങുമ്പോൾ പോയി കാണുക കൽക്കി. അങ്ങനെ നമ്മുടെ 10ാമത്തെ അവതാരം അവതരിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൽക്കിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു പ്രാർത്ഥിക്കാം. നമുക്ക് കൽക്കി ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് കഴിഞ്ഞാൽ. നേരെ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രഭാസിൻ്റെ അതോടെ ദ എൻഡ്. എന്തായാലും കൽക്കിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗുഡ് ബൈ.